മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന കാലാളിനെ പദ്ധതികൻ എന്ന് വിളിച്ചിരുന്നു. അങ്ങനെ 12 കാലാളുകൾക്ക് സമമാണ് ഒരു അശ്വാരോഹി, അതായത് കുതിരപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്ന ആൾ. 12 അശ്വാരോഹികൾക്ക് തുല്യമാണത്രേ ഒരു ഗജം, അതായത് ആനപ്പുറത്തിരിക്കുന്ന യോദ്ധാവ്. ഒരു ഗജത്തിന് തുല്യമാണ് ഒരു അർദ്ധരഥി, അതായത് രഥത്തിലിരിക്കുന്ന ഒരു യോദ്ധാവ്. 12 അർദ്ധരഥികൾക്ക് തുല്യമാണ് ഒരു രഥി. 12 രഥികൾക്ക് തുല്യമാണ് ഒരു അതിരഥി. 12 അതിരഥികൾക്ക് തുല്യമാണ് ഒരു മഹാരഥി. 12 മഹാരഥികൾക്ക് തുല്യമാണ് ഒരു അതിമഹാരഥി. 24 അതിമഹാരഥികൾക്ക് തുല്യമാണ് ഒരു മഹാമഹാരഥി. കഴിവ്, ആയുധജ്ഞാനം, യുദ്ധതന്ത്രം, യുദ്ധത്തിലുള്ള പ്രാവീണ്യം, മുൻപരിചയം, യുദ്ധത്തിലെ പോർക്കിണികളെ കൂട്ടി കാണാനും അതിനെ മറികടക്കാനുമുള്ള കഴിവ്, ഇതൊക്കെ കണക്കുകൂട്ടിയാണ് ഈ സ്ഥാനങ്ങൾ നൽകിയിരുന്നത്. ഉദാഹരണത്തിന് യുധിഷ്ഠിരനും ഭീമനും രഥികളായിരുന്നു. പക്ഷേ യുധിഷ്ഠിരപുത്രനായ പ്രതിവിന്ധ്യനും ഭീമപുത്രനായ സുതസോമനും അതിരഥികളായിരുന്നു. യുധിഷ്ഠിരനും ഭീമനും രഥികളും അവരുടെ പുത്രന്മാർ അതിരഥികളുമാകുന്നത് എങ്ങനെയെന്നോ? കാരണം പ്രതിവിന്ധ്യനും സുതസോമനും യുദ്ധത്തിലെ പദ്ധതികളെപ്പറ്റിയും തന്ത്രങ്ങളെപ്പറ്റിയും വ്യൂഹം ചമയ്ക്കുന്നതിനെ പറ്റിയും അഗാധമായ അറിവുണ്ടായിരുന്നു. അമ്പും വില്ലും ഗദയും വാളും കുന്തവും ഒക്കെ ഉപയോഗിക്കുന്നതിലും അവർക്ക് വൈഭവമുണ്ടായിരുന്നു. മറ്റൊരു വസ്തുത, അഭിമന്യു ഒരു മഹാരഥിയായിരുന്നു. ചക്രവ്യൂഹം ഭേദിക്കാനുള്ള അറിവും യുദ്ധഭൂമിയിൽ വേഗത്തിൽ മുന്നേറാനുള്ള കഴിവുമാണ് അഭിമന്യുവിനെ മഹാരഥിയാക്കിയത്. കൗരവപ്പടയിലെ ദ്രോണർ, ഭീഷ്മർ, അശ്വത്ഥമാവ് എന്നിവരെയും മറ്റു മഹാരഥികളെയും നേരിടാൻ കഴിവുള്ളത് അർജുനനും അഭിമന്യുവിനും മാത്രമായിരുന്നു. ഒരു അഭിമന്യു 144 യുധിഷ്ഠിരന് തുല്യമാണ്. ഭീഷ്മരും ദ്രോണരും അർജുനനും കർണനും അശ്വത്ഥമാവും അഭിമന്യുവും ദ്രുപദനും വിരാടനും കർണന്റെ പുത്രനായ വൃഷസേനനും ദൃഷ്ടകേതു, ജരാസന്ധൻ, ഭഗദത്തൻ, നരകാസുരൻ, ബലരാമൻ തുടങ്ങിയവരൊക്കെ മഹാരഥികളാണ്. ഭീഷ്മരും കർണനും അർജുനനും 2 മഹാരഥിക്ക് തുല്യമാണത്രേ.